നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പലപ്പോഴായി എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കാം. ഞാൻ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ഫ്യൂച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. എല്ലാ പ്രാവശ്യത്തെ പോലെയും ഇന്നും പുതുമയുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഡെലിഗേഷനിലൂടെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താം, നിങ്ങളുടെ സെയിൽസ് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ നിങ്ങളുടെ എങ്ങനെ ജീവിതം മെച്ചപ്പെടുത്താം എന്നുള്ള വീഡിയോസാണ് ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ പുതുമയുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം. ഞാനിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് 4 തരത്തിലുള്ള സെയിൽസ്മാൻമാരെയാണ്. ലോകത്തിലുള്ള 4 തരത്തിലുള്ള സെയിൽസ്മാൻമാരെ. സെയിൽസ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യ കാലങ്ങളിൽ മുതലേ പറഞ്ഞിട്ടുണ്ട്, സെയിൽസ്മാൻമാർ അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മനുഷ്യരുടെയും നിത്യജീവിതത്തിലുള്ള ഒരു എക്സ്ചേഞ്ച് പ്രക്രിയയാണ്. അത് വിൽപ്പന എന്ന് പറയുന്നൊരു പ്രക്രിയയിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെയും എക്സ്ചേഞ്ച് പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെയിൽസ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 തരത്തിലുള്ള സെയിൽസ്മാൻമാരുണ്ട്. അതായത് 4 തരത്തിലുള്ള ബോധതലങ്ങളുള്ള സെയിൽസ്മാൻമാർ. അപ്പോൾ ടോപ്പിക് എന്ന് പറയുന്നത് 4 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് ഇൻ സെയിൽസ്മാൻ. അതായത് 4 തരത്തിലുള്ള ബോധതലങ്ങളുള്ള സെയിൽസ്മാൻമാരുണ്ട്. എന്താണ് ഈ 4 തലങ്ങൾ? നമ്മൾ സാധാരണ വിചാരിക്കാറുണ്ട് മനുഷ്യരാണ്, എല്ലാവരുടെയും തലച്ചോറ് അല്ലെങ്കിൽ ചിന്താഗതികൾ ഒരുപോലെയാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ലോകത്തിലെ മനുഷ്യരുടെ ബോധതലം, കോൺഷ്യസ്നെസ് എന്ന് പറയും, ആ ബോധതലത്തെ നമ്മൾ 4 ആയിട്ട് തിരിക്കുക. അതായത് 4 തരത്തിലുള്ള ആളുകളാണ് പൊതുവായിട്ട് നമ്മുടെ ഭൂമിയിലുള്ളത്. ഇതിൽ ഒന്നാമത്തെ കാറ്റഗറി പെട്ട ആളുകളുടെ ഫീച്ചേഴ്സ് എന്താണ്, അവരുടെ പ്രത്യേകതകൾ എന്താണ്, രണ്ടാമത്തെ കാറ്റഗറി എന്താണ്, മൂന്നാമത്തെ ലെവൽ, നാലാമത്തെ ലെവൽ, ഇതിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പെടുന്നു, അവരുടെ പ്രത്യേകതകൾ എന്താണ്, എന്തൊക്കെയാണ് അവരുടെ കുഴപ്പങ്ങൾ. ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയുന്നത്, നമ്മൾ ഓരോ തലങ്ങളിൽ നിന്ന് പുതിയ തലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നില്ല എങ്കിൽ, തലം 1-ൽ നിന്ന് 2-ലേക്കും 2-ൽ നിന്ന് 3-ലേക്കും അങ്ങനെ പല തലങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നില്ല എങ്കിൽ മുന്നോട്ടുള്ള ജീവിതം വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമുക്ക് ഓരോ ലെവലിൽ വെച്ച് നമുക്ക് പരിചയപ്പെടാം. ഈ ലെവലിൽ, ഓരോ ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത എന്താണ്, അവരിൽ നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്, എങ്ങനെ നമുക്ക് തരണം ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ ലെവൽ നമ്പർ 1 എന്ന് പറയുന്നത് ദി അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. ലെവൽ നമ്പർ 1. ലെവൽ നമ്പർ 1 എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ്. എന്താണ് ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു, ലെവൽ നമ്പർ 1 എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അതായത് നമ്മുടെ ലോകത്തിലെ ഏകദേശം 70% ആളുകൾ, നമ്മൾ മലയാളികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 70 തന്നെ കൂട്ടാം. 70-ൽ കൂടുതലുണ്ട്, എന്നാൽ 70 തന്നെ കൂട്ടാം. എന്താണ് 70% ആ ഒരു അൺകോൺഷ്യസ് മൈൻഡ്, ആ തോട്ട് പ്രോസസ്സിൽ ചിന്തിക്കുന്ന സെയിൽസ്മാൻമാരോ സാധാരണ ആളുകളുടെ ഒരു പ്രത്യേകത എന്താണ്? അവർ ബോട്ടം ലെവലിലാണ് നിൽക്കുന്നത്. അതായത് ഏറ്റവും താഴത്തെ ലെവലിലാണ് ഏകദേശം 70% ആളുകൾ. നമ്മുടെ ജനസംഖ്യയുടെ 70% ആളുകൾ നിൽക്കുന്നത് ആ ബോട്ടം ലെവലിലാണ്. എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആൾക്കാരാണ്. ഞാൻ സെയിൽസ്മാൻമാരെ കുറിച്ച് പറയുമ്പോഴും പലതരത്തിലെ സെയിൽസ്മാൻമാരുണ്ട്. അതിൽ ആ 70% എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതമാണ്. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അവരുടെ ഉള്ളിൽ ഭയം എന്ന് പറയുന്നൊരു വികാരമുണ്ട്. നമ്മളെ പലപ്പോഴും അടിമകളാക്കി വെക്കുന്നൊരു വികാരം എന്ന് പറയുന്നത് ഭയമാണ്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ തരുന്നു എന്ന് നമ്മളെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ തോന്നിപ്പിച്ച ശേഷം ഭയത്താൽ മൂടിയതാണ് ആ 70% ആളുകൾ എന്ന് പറയും. അപ്പം അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഭയമാണ് അവരുടെ ഉള്ളിൽ. എന്നാൽ ആ ഭയത്തിൽ നിന്നുകൊണ്ട് അവരുടെ ചിന്താഗതി എന്താണ്? അവർക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട് എന്നുള്ള ചിന്താഗതിയാണ്. ഭയം കൂടാതെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആങ്കർ അല്ലെങ്കിൽ ദേഷ്യം,
വളരെയധികം, അതായത് ഇമോഷനുകളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് കഴിയാറില്ല. എപ്പോഴും നെഗറ്റിവിറ്റി ആയിരിക്കാം, നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം. അവരുടെ ആ ഇമോഷണൽ കൺട്രോൾ അവർക്ക് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ലെവൽ 1 നിൽക്കുന്ന സെയിൽസ്മാന്മാരോ അല്ലെങ്കിൽ സാധാരണ ആളുകളെ സംബന്ധിച്ച് അവരെപ്പോഴും ഒരു സർവൈവൽ മോഡിലായിരിക്കും. അതായത് നിത്യജീവിതത്തിന് കഴിഞ്ഞു പോകേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കാറുള്ളൂ. അതായത് അന്നുള്ള കാര്യങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ട് പോകാം. ഉയർന്ന ചിന്തയൊന്നും ഈ കാറ്റഗറിയിൽപ്പെട്ട അല്ലെങ്കിൽ ലെവൽ 1 അൺകോൺഷ്യസ് മൈൻഡിലുള്ള ആളുകൾക്കുണ്ടാവില്ല. അപ്പോൾ അവരെപ്പോഴും എന്താണ്, ഒരു ഭയപ്പാടോടുകൂടി, ഒരു ആങ്സൈറ്റിയോടുകൂടി, അല്ലെങ്കിൽ ഒരു സർവൈവൽ മോഡോടുകൂടി, ഒരു സെക്യൂരിറ്റി, അവർക്ക് എപ്പോഴും ഒരു മീഡിയം ആ സെക്യൂരിറ്റി ലെവൽ കിട്ടിയാൽ തന്നെ മതിയാവും. അതോടൊപ്പം തന്നെ അവർ കാലാകാലങ്ങളിലായി അവരുടെ ഉള്ളിൽ വളർത്തി വെക്കുന്ന ചില ഹാബിറ്റ്സ് ഉണ്ട്, ചില സ്വഭാവങ്ങളുണ്ട്. അതൊരു മിനിമം കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ആ ഒരു മോഡിലാണ് അവർ പോകുന്നത്. ആ മിനിമം ഹാബിറ്റ്, അതായത് അവർക്ക് വർഷങ്ങളായിട്ട് അവരുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹാബിറ്റ്സിനെ അവർ ഫോളോ ചെയ്യാറുണ്ട്. ഒരു കണ്ടീഷൻഡ് മൈൻഡ് സെറ്റാണ്. ആ മൈൻഡ് സെറ്റ് പൊളിച്ച് അടുത്ത ലെവലിലോട്ട് പോകണം എന്നുള്ളൊരു തോട്ട്, ചിന്ത പോലും അവരുടെ ഉള്ളിലില്ല. അവരെപ്പോഴും ആ ഒരു ചട്ടക്കൂട്, ഒരു ഫ്രെയിം വർക്കിനകത്ത് മാത്രമേ അവർ നിൽക്കത്തുള്ളൂ. അപ്പോൾ അവരുടെ ചിന്താഗതി എന്ന് പറയുന്നത് എന്താ, നമ്മൾ ബേസിക് നീഡ്സ് എന്ന് പറയാറുണ്ട്. ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ. ആ ഫുഡ്, ക്ലോത്തിങ് ആൻഡ് ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ബേസിക് റിക്വയർമെൻറ്റ്സ് കിട്ടിയാൽ തന്നെ അവർ ഹാപ്പിയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊതുജനമായിക്കോട്ടെ, ആ കാറ്റഗറിയിൽപ്പെട്ട കണ്ടീഷൻ മൈൻഡുള്ള സെയിൽസ്മാൻമാരായിക്കോട്ടെ, അവരെ സംബന്ധിച്ച് അവർക്ക് ആ ബേസിക് റിക്വയർമെൻറ്റ്സ് കിട്ടുവാൻ വേണ്ടി മാത്രമേ അവർ ജീവിക്കത്തുള്ളൂ. അവർക്ക് പുതിയ പുതിയ ആശയങ്ങളിലേക്ക് കടക്കുവാനായിട്ടോ അല്ലെങ്കിൽ പുതിയ ആളുകളെ പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ചട്ടക്കൂട് പൊളിച്ച് വെളിയിലോട്ട് പോകണം എന്നുള്ള ചിന്താഗതിയൊന്നുമില്ല. ആ ലെവൽ 1 സമൂഹം അവരെ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന ആ ലെവൽ 1 തന്നെയാണ് അവർ പലപ്പോഴായിട്ടും നിൽക്കുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഒരു ലിമിറ്റഡ് സെൽഫായിരിക്കും. ആ ഒരു അവരുടെ ആ ഒരു കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത് ആ ലിമിറ്റഡ് ആയിരിക്കും. അവരുടെ ആ ബോധതലം, അവയർനെസ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അവർക്ക് എപ്പോഴും ഒരു പാറ്റേൺ, അതെപ്പോഴും നെഗറ്റീവ് പാറ്റേൺ, അതായത് നമ്മുടെ സമൂഹത്തെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ഒരു വളരെ നെഗറ്റീവ് പാറ്റേൺ ആയിരിക്കും ഈ ലെവൽ 1 നിൽക്കുന്ന സെയിൽസ്മാൻമാർ അല്ലെങ്കിൽ പൊതുജനം. അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 70% ലോകത്തിലെ 70% ആ ലെവലിലാണ് നിൽക്കുന്നത്. ആ ലെവൽ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലാണ്. അത് ഏറ്റവും ലെവൽ നമ്പർ 1 ആണ്. ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിപ്പെട്ടവരെ പറ്റി ചിന്തിക്കാം. എന്താണ് ലെവൽ 2? ഈ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡ് പറയുന്ന 70% നിന്ന് അടുത്ത ലെവലിലോട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. അവരെ പറയുന്ന പേരാണ് ദി കോൺഷ്യസ് മൈൻഡ്. അതായത് ലെവൽ 2 നിൽക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കാം ദ കോൺഷ്യസ് മൈൻഡ് എന്ന് വിളിക്കാം. അപ്പം ലെവൽ നമ്പർ 2 നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ കോൺഷ്യസ് മൈൻഡ് ഉള്ളവരാണ്. കോൺഷ്യസ് മൈൻഡ് ഇത് ലോകത്തിലെ ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഈ കാറ്റഗറി ലോകത്തിലെ 25% പേര് ലെവൽ നമ്പർ 2 കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ലെവൽ നമ്പർ 2 നിൽക്കുന്നത് ലോകത്തിലെ 25%. ആ ലെവൽ 1 ബ്രേക്ക് ചെയ്തിട്ട് ലെവൽ നമ്പർ 2 അവർ കടന്നിരിക്കും. ഈ കോൺഷ്യസ് മൈൻഡിൽ അല്ലെ കോൺഷ്യസ് മൈൻഡ് ലെവൽ നമ്പർ 2 നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവർ കുറച്ചും കൂടെ ഹയർ തോട്ടിലോട്ട് വരും. അതായത് നമ്മുടെ ഒന്നാമത്തെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് നമ്പർ 2 കാറ്റഗറിയിലോട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ബോധതലം കുറച്ചുകൂടെ വളർന്നതായിരിക്കാം. അവർ ലോജിക്കലായിട്ട് ചിന്തിക്കുന്നവരായിരിക്കാം. അവർ കുറച്ചുകൂടെ ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റുള്ള ആളുകളായിരിക്കും. ഇത് ബ്രേക്ക് ചെയ്ത് ഫൗണ്ടേഷൻ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ആ സെയിൽസ്മാൻമാരെ സംബന്ധിച്ച് അവർക്ക് ആ ബോട്ടം ലെവലിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ ആളുകളെ പരിചയപ്പെടണം. കുറച്ചും കൂടെ നമുക്ക് നമുക്ക് നമ്മുടെ സർക്കിൾ ഒന്ന് വലുതാക്കണം. നമുക്ക് ആളുകളുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കണം. അല്ലെങ്കിൽ പൊതുജനവുമായിട്ടുള്ള കുറച്ചുകൂടെ റിലേഷൻഷിപ്പ് സ്ഥാപിക്കണം. ആ ലെവലിലോട്ട് കടക്കുന്നവരാണ് ലെവൽ നമ്പർ 2 കോൺഷ്യസ് മൈൻഡ്. 25% പേരെന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവാം. അവർക്ക് വിജയങ്ങളെ അവർ ആഗ്രഹിക്കാറുണ്ട്. അവർക്ക് അച്ചീവ്മെൻറ്റ്സ് നേടണമെന്ന് അവർ ആഗ്രഹിക്കാറുണ്ട്. അവർക്ക് ലൈഫിൽ സക്സസ് വേണമെന്ന് അവർ ആഗ്രഹിക്കാറുണ്ട്. അവർക്ക് റെക്കഗ്നിഷൻ, അതായത് സമൂഹത്തിൽ നിന്നുള്ള
അവർക്ക് പ്രോത്സാഹനങ്ങൾ, മറ്റുള്ളവരുടെ പ്രോത്സാഹനങ്ങൾ അവർ ആഗ്രഹിക്കാറുണ്ട്. അവർ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത അവർ ആഗ്രഹിക്കാറുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ 25% വരുന്ന ആളുകൾ, നമ്മൾ മുമ്പ് ആദ്യം പറഞ്ഞു 70% പറയുന്ന ആളുകൾ പറഞ്ഞു, 25% ഈ കാറ്റഗറിപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവർക്ക് കൂടുതലും എന്താണ്, അവർ അംബീഷ്യസ് ആണ്. അത് ആ ഒരു എന്താ ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് ഗ്രോ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അവരെ കുറച്ചുകൂടി അംബീഷ്യസ് ആയ. അപ്പം പക്ഷെങ്കിൽ ഇവർ പ്രശ്നമുണ്ട്. അവർ അംബീഷ്യസ് ആണെന്ന് പറഞ്ഞാൽ പോലും അവരൊരു ഒന്നാമത്തെ ഘട്ടം പൊട്ടിച്ച് രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നപ്പോൾ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇമോഷൻ എന്ന് പറയുന്നത് ഈഗോയാണ്. അവർ ഈഗോ ഡ്രിവൺ ആയിട്ടുള്ള ആളുകൾ, ഈഗോയാണ് അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ആ സ്റ്റേജ് പൊട്ടിച്ചു, രണ്ടാമത്തെ സ്റ്റേജിൽ വന്നപ്പോൾ കുറച്ചുകൂടെ ഗ്രോ ചെയ്തപ്പോൾ അവരെ ഭരിക്കുന്ന ഒരു ഈഗോയാണ്. അപ്പം ബൗണ്ടറി അവർ ഒന്നാമത്തെ ആ ഒരു ലെവൽ പൊട്ടിച്ച് രണ്ടാം ലെവലിലോട്ട് കടന്നപ്പോൾ അവർ വീണ്ടും അവർക്കൊരു ബൗണ്ടറി ഇടുകയാണ്. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മേഖലയിലോട്ട് അവർ കടക്കുകയാണ്. അവർ കോമ്പറ്റീഷനെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കോമ്പറ്റീഷനെ ഫേസ് ചെയ്യുന്നതിന് അതിനെ കോമ്പറ്റീഷനെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടതിന് പകരമായിട്ട് അവരുടെ പല ആഗ്രഹങ്ങളും സഫലീകരിക്കാത്തൊരു സ്റ്റേജിലോട്ടാണ് കടക്കുന്നത്. അപ്പോൾ 25% വരുന്ന താഴെ പറയുന്ന സെയിൽസ്മാൻമാരെ സംബന്ധിച്ച് അവർ ഒരു ലെവലിൽ നിന്ന് മറ്റു ലെവലിലോട്ട് കടന്നെങ്കിലും വീണ്ടും ഇത് മതി, തൃപ്തികരമാണെന്നുള്ളൊരു ബോധം അവരിലുണ്ടാകുന്നു. അപ്പം അവരെന്ത് ചെയ്യുന്നു, അവരുടെ പല ആഗ്രഹങ്ങളും ഒരു സ്റ്റേജിനപ്പുറത്തോട്ട് കടക്കുവാനായിട്ട് അവർക്ക് കഴിയത്തില്ല. അപ്പം ഞാൻ 2 സ്റ്റേജിനെക്കുറിച്ച് 2 ലെവലിലുള്ള സെയിൽസ്മാൻമാരെ കുറിച്ച് പറഞ്ഞു. നമുക്കിനി ഇവിടെ നിന്നും അതും 3ാമത്തെ ലെവലിലോട്ട് കടക്കുന്ന ഒരാൾക്കാരെ കുറിച്ച് പറയാം. അത് ഏകദേശം ലോകത്തിലെ 4% താഴെയുള്ള ആളുകളാണ്. അതായത് ലെവൽ നമ്പർ 2 കടന്ന് ലെവൽ നമ്പർ 3 കടക്കുന്നത് ലോകത്തിലെ 4% താഴെയുള്ള ആളുകൾ. അപ്പോൾ എന്താണ് ഈ ലെവൽ നമ്പർ 3 ആളുകളുടെ പ്രത്യേകത? ലെവൽ നമ്പർ 3 ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ സൂപ്പർ കോൺഷ്യസ് മൈൻഡുള്ള സെയിൽസ്മാൻമാരാണ്. ഒന്നാമത്തെ ഞാൻ പറഞ്ഞു കാറ്റഗറി നമ്പർ 1 ദ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സെയിൽസ്മാൻമാർ ഒരു കാറ്റഗറിയാണ്, ലോകത്തിലെ 70% ആളുകൾ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ദ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ലോകത്തിലെ 25% സെയിൽസ്മാൻമാർ. ഇതെന്ന് പറഞ്ഞത് ദ സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, ലോകത്തിലെ 4% ആളുകൾ. എന്താണ് ഈ ലെവലിൻ്റെ പ്രത്യേകത? ലെവൽ നമ്പർ 3 കടന്നു കഴിയുമ്പോൾ അവർ സൂപ്പർ കോൺഷ്യസ് മൈൻഡ്, അവർ സൂപ്പർ കോൺഷ്യസ് മൈൻഡിലോട്ട് എത്തിച്ചേരുവാണ്. നമ്പർ 2 നിന്ന് വരുമ്പോൾ ഇത് ലോകത്തിലെ 4% ആളുകളേ ഉള്ളൂ. അതായത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആ ലെവൽ നമ്പർ 1 നിന്ന് 2 നിന്ന് പോയപ്പോൾ ലെവൽ നമ്പർ 3 വന്നപ്പോൾ ആ പറയുന്ന അവരുടെ ബോധതലം ഉയർന്നതായിരിക്കണം. ഇത് സ്വാഭാവികമായിട്ട് വരുന്നതല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം, നമ്മുടെ സ്കൂൾ കോളേജ് പഠനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അറിവ് വെച്ച് നമ്മൾ സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാമെന്നുള്ള ബോധം നമുക്കുണ്ടെങ്കിൽ കാര്യങ്ങൾ അങ്ങനല്ല. നമ്മൾ ഒരു തലം വിട്ട് മറ്റൊരു തലത്തിലോട്ട് കടക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറി അല്ലെങ്കിൽ ലെവൽ നമ്പർ 3 സെയിൽസ്മാൻമാർ അല്ലെങ്കിൽ പൊതുജനം എന്താണ് പ്രത്യേകത? 4% ഉള്ളൂ. എന്താണ് അവരുടെ പ്രത്യേകത? അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഇൻഡ്യൂഷൻ ഉണ്ട്. ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് 6th സെൻസാണ്. ഫ്യൂച്ചറിനെ മുൻകൂട്ടി കാണുവാനായിട്ടുള്ളൊരു പ്രത്യേകതയാണ്. അതായത് എന്താണ് ഇൻഡ്യൂഷൻ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഒരു സെയിൽസ്മാൻ ആണെന്നുണ്ടെങ്കിൽ അവരിലേക്ക് വരുന്ന കസ്റ്റമർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണെങ്കിൽ അവരിലേക്ക് വരുന്ന മറ്റു വ്യക്തികളായിക്കോട്ടെ, അവർക്കെന്താണ്, അവർ അടുത്തോട്ട് വരുമ്പോഴേ തന്നെ അവരുടെ എനർജി ഫീൽഡിൽ ഒരു വൈബ്രേഷൻ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവരുടെ എനർജി അവർക്ക് മനസ്സിലാക്കാൻ, അത് ഫീൽ ചെയ്യാനായിട്ട് കഴിയും. ആ ഫ്രീക്വൻസി അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അപ്പോൾ അവർ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇൻഡ്യൂഷൻ മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തിക്ക് മനസ്സിലാക്കുന്നു. അപ്പം ഈ വ്യക്തിയുടെ സംഭാഷണങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്ന വ്യക്തിയുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് എന്താണ് അവർക്ക് സംസാരം അല്ലെങ്കിൽ കോൺവെർസേഷൻ അല്ലെങ്കിൽ അവരുമായിട്ടുള്ളൊരു സംഭാഷണം മുന്നോട്ട് കൊണ്ടു. അപ്പോൾ എന്താണ്, ഇൻഡ്യൂഷൻ മാത്രമേ ഉള്ളൂ? അല്ല. അവരുടെ മറ്റു പ്രത്യേകതകൾ എന്ന് വെച്ചാൽ അവൾ വളരെ ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ്. പല കലാകാരന്മാരുണ്ട്. മണിക്കൂറുകൾ എടുത്ത് ട്രെയിൻ ചെയ്തുകൊണ്ട് അവരുടെ കലാരൂപത്തെ സൃഷ്ടിക്കുന്ന കലാകാരന്മാരുണ്ട്. നമ്മൾ സിനിമയിലൊക്കെ ഈ പറയുന്ന സംവിധായകരുണ്ട്. വിഷ്വലൈസേഷൻ സ്കിൽസ് ഉള്ളവരാണ്. മണിക്കൂറുകൾ എടുത്ത് അല്ലെങ്കിൽ ഒരു 10,000-ഓളം മണിക്കൂറുകൾ എടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഞാൻ ഈ പറയുന്ന സൂപ്പർ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡ്യൂഷൻ മൈൻഡ് സെറ്റ് ഉണ്ട്.
അവർക്ക് എന്താണ് ക്രിയേറ്റിവിറ്റി ഉണ്ട്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയ്ക്ക് പേഴ്സണൽ ഗ്രോത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നു. അവർ ഇന്നവേറ്റേഴ്സാണ്. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഇന്നവേറ്റേഴ്സ് ആയിട്ടുള്ളവർ, ക്രിയേറ്റീവായിട്ടുള്ളവർ, ഈ പറയുന്ന വിഷ്വലി ബ്യൂട്ടിഫുള്ളായിട്ട് മനോഹരമായി ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുള്ളവർ, ഇന്നവേറ്റീവായിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ രണ്ടാം ലെവലിൽ നിന്ന് സെൽഫ് അവെയർനെസ് വളരെയധികം ഉയർന്ന സെൽഫ് അവെയർനെസ് അവർക്കുണ്ടായിരിക്കും. അത് മാത്രമല്ല, ഇവരെ സംബന്ധിച്ച് അവർക്കൊരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതായത് അവരുടെ ഉള്ളിൽ നിന്ന് അവർക്ക് ആ ഒരു ദൈവിക ചൈതന്യം അവരുടെ ഉള്ളിലുണ്ടായിരിക്കും. ആ സ്പിരിച്വൽ ഗ്രോത്ത് അവരുടെ വളർച്ചയ്ക്ക് ഏറ്റവും അധികം പ്രധാനപ്പെട്ടൊരു കാര്യം. അത് മാത്രമല്ല, അവരിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അതായത് ഒരു ലെവലിൽ നിന്ന് മറ്റൊരു ലെവലിലേക്കുള്ളൊരു ഷിഫ്റ്റ് ഉണ്ടാകുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു. അതിനകത്തൊരു സെൽഫ് ആക്ച്വലൈസേഷൻ, അതായത് അവർക്ക് അവരെക്കുറിച്ചുള്ളൊരു ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടാകും. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്താണ്, അവർക്കൊരു സെൽഫ് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകും. ആ ദൈവവുമായിട്ടൊരു കണക്ഷനാണ്, ഡയറക്റ്റ് കണക്ഷനാണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, അവരെ സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുവാനായിട്ട് അവരാഗ്രഹിക്കും. അതായത് തൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിന് ഒരു ഏറ്റവും അധികം പ്രയോജനമുള്ള ഒരു കാലഘട്ടമായി മാറ്റുവാനായിട്ട് ഈ ലെവലിലുള്ള ആളുകളെ കൊണ്ട് ഞാൻ സെയിൽസ്മാൻമാരുടെ കാര്യം പറഞ്ഞാൽ തന്നെ ഇതാണ്. ആ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള സെയിൽസ്മാനെ സംബന്ധിച്ച് അവർക്ക് ആളുകളെ ആകർഷിക്കുവാനുള്ളൊരു പ്രത്യേക കഴിവുണ്ടായി. അവർ പുഞ്ചിരിക്കുന്നവരായിരിക്കാം. അവരുടെ വ്യക്തിത്വം വളരെ വ്യത്യസ്തമായിരിക്കാം. അവരെ കാണുവാനും സംസാരിക്കുവാനും മാത്രമായിട്ട് ആളുകൾ ഇടിച്ചു നിൽക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രത്യേകതകളുള്ള വ്യക്തികളാണ് എന്താണ് ഈ പറയുന്ന സൂപ്പർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ആ കാറ്റഗറിപ്പെട്ടവർ. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കൊരു തടസ്സമെന്ന് പറയുന്നത് അവർ ആശയങ്ങളെ അതൊരു ക്രിയാത്മകമായിട്ട് പ്രകടിപ്പിക്കുവാൻ, അതായത് അവർ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയും. അവർക്ക് ആശയങ്ങളുണ്ട്, അതിനെ ഒരു ക്രിയേറ്റീവായിട്ട് പരിപൂർണതയിൽ എത്തിക്കുവാനായിട്ടൊരു തടസ്സം അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവർ ആ അടുത്ത സ്റ്റേജിലോട്ട് കടക്കാതെ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ തന്നെ അവർ കുടുങ്ങിക്കിടക്കാറുണ്ട്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ലെവൽ നമ്പർ 1 അൺകോൺഷ്യസ് മൈൻഡ്, ലെവൽ നമ്പർ 2 കോൺഷ്യസ് മൈൻഡ്, മൂന്നാമത്തേത് ലെവൽ നമ്പർ 3 ദ സൂപ്പർ കോൺഷ്യസ് മൈൻഡ്. ഇനി നമ്മൾ ഒരു കാറ്റഗറിയും കൂടെ മാത്രമേ ഉള്ളൂ. ലെവൽ നമ്പർ 4 ലോകത്തിലെ 1% മാത്രം ആളുകളുള്ള ആ മഹത്തരമായിട്ടുള്ളൊരു സ്റ്റേജ് അല്ലെങ്കിൽ ലെവൽ എന്ന് പറയും. എന്താണ് ഈ ലെവലിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പേര്, അവരെന്താണ് ഒരു പ്രത്യേകതകൾ, അവർ മറ്റൊരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തരായിരിക്കുന്നത്? ഈ ഒരു ലെവൽ നമ്പർ 4 എന്ന് പറയുന്നത് യൂണിഫൈഡ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. എന്താണ് ലെവൽ നമ്പർ 4 എന്ന് പറയുന്നത്? ആ സൂപ്പർ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് യൂണിഫൈഡ് ഫീൽഡ്. ലെവൽ നമ്പർ 4 എന്ന് പറയുന്നത് ലോകത്തിലെ 1% താഴെയുള്ള ആളുകൾ ഉള്ള ഒരു വിഭാഗമാണ്. അതിൻ്റെ പേരാണ് ലെവൽ നമ്പർ 4ന് പറയുന്ന പേരാണ് യൂണിഫൈഡ് ഫീൽഡ്. എന്താണ് ഈ യൂണിഫൈഡ് ഫീൽഡ്? ഈ ഫീൽഡിൽ 1% ആളുകളാണുള്ളത്. 1%, ലോകത്തിലെ 1% ആളുകൾ മാത്രമുള്ള യൂണിഫൈഡ് ഫീൽഡ്, വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ലെവലാണിത്. 1%, ലോകത്തിലെ 1%. എന്താണ് ഈ ഒരു തലത്തിലോട്ട് എത്തുന്ന ആളുകളെ സംബന്ധിച്ച് നമ്മൾ സെയിൽസ്മാൻമാരെ കുറിച്ച് തന്നെ പറയാം. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? അവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞ സൂപ്പർ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് അവരെ പുഷ് ചെയ്ത് അവർ മുകളിലേക്ക് കയറിയ ആളുകളാണ്. വളരെയധികം പ്രസന്നതയുള്ള ആളുകളാണ്. അവരിൽ ഒഴുകുന്ന വികാരങ്ങൾ, ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോസിറ്റിവിറ്റി ആയിരിക്കും. അവർ ഐക്യം അല്ലെങ്കിൽ യൂണിറ്റി എന്ന് പറയുന്ന ആ ഒരു മഹത്തരമായിട്ടുള്ള ആശയത്തെ വിശ്വസിക്കുന്നവരാണ്. അതായത് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന വ്യത്യസ്തതയിൽ വിശ്വസിച്ചുകൊണ്ട് അവയിൽ ഒന്നിനെ കാണുന്നു. നമ്മൾ പറയാറുണ്ട് ഐ ആം ദാറ്റ്, അല്ലേ? ദൈവത്തെക്കുറിച്ച് പറയാം ഐ ആം ദാറ്റ്, അത് ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ആ ഞാനാകുന്നതിനെ എൻ്റെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് കടന്നു വരുന്ന അല്ലെങ്കിൽ ഞാൻ പരിചയപ്പെടുന്ന ആളുകളിലെല്ലാം ആ ഞാനുണ്ട്, ആ ദൈവത്തിൻ്റെ അംശമുണ്ട് എന്ന ആ യൂണിറ്റിയിൽ അവർ വിശ്വസിക്കുന്നു.
അവർക്കെന്താണ് മറ്റു പ്രത്യേകതകൾ? അവർ വളരെ സഹാനുഭൂതിയുള്ളവരായിരിക്കും, എമ്പതിയുള്ളവരായിരിക്കാം. എമ്പതിയുള്ള ആളുകളെ സംബന്ധിച്ച് അവരിലൊരു പ്രത്യേക ചൈതന്യമാണുള്ളത്. അവരിൽ കമ്പാഷൻ ഉണ്ടാകാം. സഹജീവികളോട് അവരുടെ സഹാനുഭൂതിയോടുകൂടി, സ്നേഹത്തോടുകൂടി, ഐക്യതയോടുകൂടി അവർ എവിടെ ഏത് മേഖലകളിൽ ചെന്നാലും, അവർ ഫീൽഡിൽ വർക്ക് ചെയ്താലും, അവർ എന്ത് ജോലികൾ ചെയ്താലും അവിടെയെല്ലാം അവരൊരു ആളുകളെ ആകർഷിക്കുവാൻ, ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട്, ആളുകളെ ചേർത്ത് നിർത്തുവാനുള്ള എല്ലാ വിധത്തിലുള്ള സ്കിൽ സെറ്റുകളും അവർ അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കാം അവരുടെ ആ ജീവിതത്തിൽ. എന്താണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്? അവരിൽ കോൺഷ്യസ്നെസ്സിൻ്റെ അളവ് വളരെയധികം ഉയർന്നതായിരിക്കും. അതായത് വളരെ ഉയർന്ന ലെവലിലുള്ള കോൺഷ്യസ്നെസ് ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അത് മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നതിൽ, അതായത് ഹെൽപ്പ് അതേഴ്സ് ടു ഹെൽപ്പ് മൈസെൽഫ്, അതാണ് അവരുടെ മോട്ടോ എന്ന് പറയുന്നത്. എന്താണ്? ഹെൽപ്പ് അതേഴ്സ് ടു ഹെൽപ്പ് മൈസെൽഫ്. അതായത് ഞാൻ മറ്റുള്ളവരെ സഹായിച്ചാൽ മാത്രമേ അത് എൻ്റെ വളർച്ചയ്ക്ക് ഉതങ്ങുന്നുള്ളൂ എന്നുള്ള ബോധം അവരിൽ വളരെയധികമുണ്ട്. അവരെ നമുക്ക് വേണമെങ്കിൽ ഒരു എൻലൈറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലോട്ട് വേണം. നമ്മളിപ്പോൾ എൻലൈറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാറുണ്ട്. അതായത് അവരിൽ ആ ഒരു പ്രകാശം, ഉള്ളിലെ പ്രകാശം ആളുകൾ മനസ്സിലാക്കുന്നു, അല്ലെ ആളുകളിലേക്ക് അത് എത്തുന്നു, അവരിലൊരു ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവരെ സംബന്ധിച്ച് ആ ഒരു ലോക്കൽ കോൺസെപ്റ്റോ അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ചിന്താഗതികളോ അല്ലെങ്കിൽ ലിമിറ്റഡ് ചിന്താഗതികളോ അല്ല. അവർ ഗ്ലോബൽ ഇവല്യൂഷൻ ആഗ്രഹിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് അവർ ലോകത്തിന് വേണ്ടിയാണ്. ഞാൻ ജനിച്ചിരിക്കുന്നത് ലോകത്തിന് വെളിച്ചം നൽകാനാണ്. അപ്പോൾ അതൊരു സെയിൽസ്മാൻ്റെ കോൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന കാറ്റഗറി ഓഫ് ആളുകളെ സംബന്ധിച്ച് അവരെപ്പോഴും സജീവമായിരിക്കും, അവരെപ്പോഴും പ്രസന്നരായിരിക്കും, അവരുടെ എനർജി ലെവൽ വളരെയധികം ഹൈ ആയിരിക്കും, അവരുടെ ഫ്രീക്വൻസി പോസിറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കാം. അവരെ സംബന്ധിച്ച് പണത്തിന് അതീതമായിട്ട് അവരുടെ സർവീസ് അവർ സമൂഹത്തിന് കൊടുക്കും. അവരിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടും. അവർ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായിരിക്കാം. അവർ ഈഗോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നും അവരിൽ ഒരിക്കലും ഇല്ല. ഈഗോ അലിഞ്ഞു പോയിരിക്കാം. അവരെ സെപ്പറേറ്റ്നെസ് എന്ന് പറയുന്ന ആ തോട്ട് പ്രോസസ്സൊന്നും അവരിലില്ല. അവരിൽ എപ്പോഴും ആ വൺനെസ് എന്ന് പറയുന്നതായിരിക്കാം. അപ്പം ഏതു മനുഷ്യരെയും, എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ചേർത്ത് പിടിക്കുവാനുള്ള മാനസിക നിലയിലോട്ട് എത്തിച്ചേരുന്ന ആ ലെവൽ നമ്പർ 4 അല്ലെങ്കിൽ 1% ആളുകളുള്ള യൂണിഫൈഡ് ഫീൽഡ്, അത് ആ ദൈവത്തോട് ചേരുന്ന ഒരു ഘട്ടമാണ്. ദൈവത്തോട് അലിഞ്ഞു ചേരുന്ന ഒരു ഘട്ടം. അത് വളരെ പ്രയാസത്തിലൂടെ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ അത് അവിടെ എത്തുക എന്ന് പറയുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതും വളരെയധികം പ്രയാസമുള്ളവരാണ്. ഈ ഒരു ഘട്ടത്തിൽ എത്തിച്ചേരുന്ന ആളുകളെ സംബന്ധിച്ച്, അതായത് ലെവൽ നമ്പർ 4 യൂണിഫൈഡ് ഫീൽഡ് എന്ന് പറയുന്ന ആ ദൈവികമായിട്ടുള്ള ദൈവവും ഞാനും ഒന്നാകുന്ന ആ ഒരു ഫീൽഡിൽ, ആ ഒരു സ്റ്റേജിൽ എത്തിച്ചേരുന്നവർ ഏറ്റവും അധികം ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം, അവിടെ ഏറ്റവും വലിയൊരു പ്രയാസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ മറ്റുള്ളവരോട് സാധാരണ അല്ലെങ്കിൽ ലെവൽ നമ്പർ 1, 2, 3യിൽ നിൽക്കുന്ന ആളുകളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അവരെ സംഭാഷണങ്ങളിൽ ഏർപ്പെടുമ്പോൾ, അവരോട് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ മറുതരത്തിലിരിക്കുന്ന ആളുകൾക്ക് അവരെ മനസ്സിലാകണമെന്നില്ല. അതായത് അവരുടെ ഭാഷയോ അവരെന്താണോ ഉദ്ദേശിക്കുന്നതോ ഈ ലെവലിൽ താഴെ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ല. അവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാം. ലെവൽ നമ്പർ 4ൽ നിൽക്കുന്ന ആളുകളുടെ ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ലെവൽ നമ്പർ 1, 2 and 3 ഈ ലെവലിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് അവർ സംഭാഷണം ചെയ്യുമ്പോൾ, അല്ലെ അവരുമായിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ ലെവൽ നമ്പർ 4ൽ നിൽക്കുന്ന ആളുകളുടെ ആശയം ഉൾക്കൊള്ളാനായിട്ട് മറ്റുള്ളവർക്ക് കഴിയണമെന്നില്ല, സാധാരണക്കാർക്ക് കഴിയണമെന്ന്. അപ്പം പലപ്പോഴും അവർ പുതുമയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അവർ വൺനെസ്സിനെ കുറിച്ച് പറയുമ്പോഴും അവർ ആ സ്നേഹത്തെക്കുറിച്ചും സഹാനുഭൂതിയെക്കുറിച്ചും ഒക്കെ അവരുടെ ജീവിതത്തിൽ അവർ കാണിച്ചു കൊടുക്കുമ്പം മറ്റുള്ളവർക്ക് അത് കൃത്യമായിട്ട് ആ മെസ്സേജ് അവർക്ക് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആ 4ാമത്തെ ലെവലിലോട്ട് കടക്കാൻ പറ്റില്ല. ലെവൽ നമ്പർ 1 വിട്ട് 2 വിട്ട് 3 കഴിഞ്ഞിട്ടാണ് ലെവൽ നമ്പർ 4ലോട്ട് വന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരോട് അവരുടെ ആശയങ്ങൾ ആശയവിനിമയം നടത്തുമ്പോൾ ഈ ഒരു ലെവലിലോട്ട് അവർ എത്തിച്ചേർന്ന കാര്യം സംസാരിക്കുമ്പോൾ താഴെത്തട്ടിലുള്ളവർക്ക് അത് മനസ്സിലാകണമെന്നില്ല. അപ്പം ലെവൽ നമ്പർ 1 to 4 വരെയുള്ള കോൺഷ്യസ്നെസ് അല്ല ബോധതലം എന്ന് പറയുന്നത് ഒരിക്കലും
നമുക്ക് സ്വയം വന്നു ചേരുന്നവയല്ല, നമ്മളത് സൃഷ്ടിച്ചെടുക്കേണ്ടതാണ്. അത് നമ്മളുടെ അവയർനെസ്സിൻ്റെ അളവ് കൂട്ടിയും ഉയർന്ന ബോധതലത്തിൽ നിൽക്കുന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് നിരന്തരം നമുക്കൊരു മെൻറ്ററിങ് പ്രോസസ്സിലൂടെ മാത്രമേ ഇത് ലെവലുകൾ കൂട്ടാൻ കഴിയത്തുള്ളൂ. പുസ്തകങ്ങളിലൂടെ നമുക്ക് അറിവ് നേടാം, അനുഭവ പരിജ്ഞാനമുള്ള ആളുകളോട് നമുക്ക് സംഭാഷണം ചെയ്ത് അറിവ് നേടാം. അതോടൊപ്പം തന്നെ നമുക്ക് മെൻറ്ററിങ്ങിലൂടെ ഉയർന്ന ചിന്തയോ ഉയർന്ന ബോധതലമുള്ള ആളുകളിൽ നിന്ന് നമുക്ക് അവരെ ഗുരുവായിട്ട് സ്വീകരിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഉയർന്ന ചിന്തകൾ അവരിൽ നിന്ന് നമ്മളിലേക്ക് നമുക്ക് വാങ്ങിച്ചെടുക്കാം. അപ്പോൾ ഉയർന്ന ചിന്താതലങ്ങളിൽ എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ AI പോലുള്ള ടൂൾസുള്ള അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും തുടർന്നുള്ള എല്ലാ വിധത്തിലുള്ള ഡിജിറ്റൽ ഇൻ്റലിജൻസുകളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളുടെ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്മുടെ എനർജി ലെവൽ 1ൽ നിന്ന് 2ലേക്കും 2ൽ നിന്ന് 3ലേക്കും 3ൽ നിന്ന് 4ലേക്കും ഷിഫ്റ്റ് ചെയ്യുവാനായിട്ട് പൊതുജനത്തിനോ സെയിൽസ്മാൻമാർക്കോ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ സെയിൽസ് ആയിക്കോട്ടെ, നമ്മുടെ സാധാരണ ജീവിതമായിക്കോട്ടെ, അതിൽ വളരെയധികം പ്രയാസമുണ്ടാക്കും. നമ്മുടെ സമൂഹത്തിലറിയാം, ഇന്ന് കടം കയറി ഒരുപാട് ആളുകൾ, അതായത് അവർക്കാവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകുമെന്നുള്ള വെറും ഹോപ്പിൽ മാത്രമാണ് ജീവിക്കുന്നത്. സാധാരണക്കാർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, ലോകം മാറുന്നു, കാലം മാറുന്നു. നമ്മളുടെ ഗതികൾ നിർണ്ണയിക്കുന്നത് നമ്മുടെ കയ്യിലല്ല. അത് മനസ്സിലാക്കി മുൻകൂട്ടി കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ പാറ്റേണുകൾക്കനുസരിച്ച് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകില്ല. അപ്പോൾ ലെവൽ നമ്പർ 1ൽ നിന്ന് ലെവൽ നമ്പർ 4ലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം ബെറ്റർ ആക്കുവാനായിട്ട് കഴിയട്ടെ. ഇനി സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട്, ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങൾ തരുന്ന വിവേകപരമായിട്ടുള്ള വിചാരങ്ങൾ, ചിന്തകൾ ഞാൻ നിങ്ങളിലേക്ക് അടുത്ത ക്ലാസ്സിലെത്തിക്കാം. വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.